എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കടലപ്പരിപ്പ് സുഖിയനാണ്. പുറമേ നല്ല ക്രിസ്പിയായും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള സുഖിയനാണ്. കടലപ്പരിപ്പ് സുഖിയൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സുഖിയന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരിയുടെ കൂടെ 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവ രണ്ടും കൂടി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇവ കുതിർന്ന് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ കുതിരാനായി മാറ്റിവെക്കാം. ഫില്ലിങ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ കടലപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലിട്ട് ഒരു 5 വിസിൽ വരുന്നവരെയും വേവിച്ചെടുക്കാം. ഈ ഒരു പാകത്തിനാണ് കടലപ്പരിപ്പ് കിട്ടേണ്ടത്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യും തേങ്ങയും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരപ്പാനി തേങ്ങയുമായി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ശർക്കരപ്പാനിയുമായി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഈ സമയം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരപ്പാനി വറ്റി പാനിൽ നിന്നും വിട്ട് കിട്ടുന്നവരെയാണ് ഇതൊന്ന് വരട്ടിയെടുക്കേണ്ടത്. സുഖിയന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. കുതിർക്കാനായി മാറ്റി വെച്ചിട്ടുള്ള പച്ചരിയും ഉഴുന്നും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇഡലി മാവിൻ്റെ പാകത്തിനാണ് ഈ മാവ് അരച്ചെടുക്കേണ്ടത്. അരച്ചെടുത്തുള്ള മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മാവൊന്ന് ഇളക്കി യോജിപ്പിക്കണം. സുഖിയൻ തയ്യാറാക്കുന്നതിനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഫില്ലിങ്ങിൻ്റെ ചൂടാറി വന്നതിന് ശേഷമാണ് ഓരോ ഉരുളകളും ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി സുഖിയൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സുഖിയൻ്റെ ഫില്ലിങ് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്ത് ഓരോന്നും മുക്കി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വേണം ഈ സുഖിയൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ സുഖിയൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുള്ള സുഖിയൻ തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ആയി വന്നിട്ടുള്ള സുഖിയൻ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ സുഖിയനും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ടുള്ള കടലപ്പരിപ്പ് സുഖിയൻ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.